തെന്നിന്ത്യയുടെ ബിഗ് സ്ക്രീനുകളിലേക്ക് 70mm 35mm ഫിലിം റീലുകൾ തിരിച്ചു വരികയാണ്. രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന തലൈവർ 171 ഐമാക്സ് റീലുകളിൽ ചിത്രീകരിക്കുമെന്ന് സംവിധായകൻ ലോകേഷ് കനകരാജ് വ്യക്തമാക്കി. മികച്ച ദൃശ്യഭംഗിയും ഡെപ്തും ഫിലിമിനു നൽകാൻ കഴിയും എന്നാണ് ഇതിൻ്റെ ഗുണം. 2023 തിയേറ്ററുകളിലെത്തിയ ഓപ്പൺഹൈമർ, കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ തുടങ്ങിയ നിരവധി ഹോളിവുഡ് ചിത്രങ്ങൾ ഫിലിം റീലുകളിലാണ് ചിത്രീകരിച്ചത്. കാൻസ് ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചവയിൽ ശ്രദ്ധിക്കപ്പെട്ട പല ചിത്രങ്ങളും ഫിലിമിൽ ഷൂട്ട് ചെയ്തവയായിരുന്നു. ഫിലിമിൽ ചിത്രീകരിച്ച 20 ചിത്രങ്ങളാണ് 2020 കാൻസിൽ പ്രദർശിപ്പിച്ചതെങ്കിൽ 2023 അതിൻ്റെ എണ്ണം 35ആയി ഉയർന്നു. വെളിച്ചം കൂടുതലുള്ള സാഹചര്യങ്ങളിൽ മികച്ച ക്യാപ്ചറിങ്ങും റീലിൽ സാധ്യമാകും. ഫിലിമിൽ ഷൂട്ട് ചെയ്താലും പ്രോസസ്സിംഗ് നടത്തി ഡിജിറ്റൽ പ്രൊജക്ടറുകൾക്ക് അനുയോജ്യമായ തരത്തിൽ മാറ്റി പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുക. അതേസമയം ഉയർന്ന നിർമ്മാണ ചെലവ് ഇതിന് വരും. ലോകേഷ് കനകരാജ് ആദ്യമായാണ് രജനീകാന്തിനൊപ്പം ഒന്നിക്കുന്നത്. രജനിക്ക് വില്ലനാവുക രാഘവ ലോറൻസ് ആണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. രജനീകാന്തിൻ്റെ സ്റ്റൈലും സ്വാഗും തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്നും താരത്തിൻ്റെ വില്ലൻ ഭാവങ്ങൾ തലൈവർ 170 വീണ്ടും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതായും ലോകേഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സംവിധായകൻ ലോകേഷ് കനകരാജിന് ആകട്ടെ കരിയറിലെ മറ്റൊരു നിർണായക വഴിത്തിരിവാകും തലൈവർ 171. വിജയ് ചിത്രം ലിയോയും ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ എൻട്രിയുമെല്ലാം ആഘോഷിച്ച ആരാധകർ വൻ വിജയം തന്നെ ലിയോക്കും സമ്മാനിച്ചു. ഇതുവരെ ചെയ്തതിൽ നിന്ന് ഒരു പടി മുകളിൽ നിൽക്കുന്ന സിനിമയായിരിക്കണം തലൈവർ ചിത്രമെന്ന് ലോകേഷിനും ആഗ്രഹമുണ്ട്. LCUവിൽ ഉൾപ്പെടാത്ത സ്റ്റാൻഡ് എലോൺ സിനിമയാണ് തലൈവർ 171 എന്ന് മുമ്പ് തന്നെ ലോകേഷ് വ്യക്തമാക്കിയിരുന്നു. തമിഴ് യുവതാരം ശിവകാർത്തികേയൻ തലൈവർ 171 ഒരു മുഖ്യ വേഷം കൈകാര്യം ചെയ്യുമെന്നും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന സിനിമയിൽ അനിരുദ്ധിൻ്റെ സംഗീതവും അൻപറിവിൻ്റെ ആക്ഷൻ രംഗങ്ങളും ഉണ്ടാവും. വരും ദിവസങ്ങളിൽ സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കാം.